ഇതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാങ്ങാക്കറി ഉണ്ടാക്കിയ മാങ്ങ. അപ്പം ഈ മാങ്ങ പരിചയപ്പെടുത്തി തരാനും കൂടിയാണ് ഞാൻ ഇത് പെറുക്കാൻ വന്നത്. എനിക്ക് പേടിച്ച അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ആറ് കിടക്കുന്നത്. കണ്ടോ ഗൈസ്? മീൻ വെട്ടുന്നതിനെ ഓക്കെ ഓക്കെ. ഇത് കണ്ട, ഇതിന്റെ സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിലോട്ട് ഇവിടേക്ക് ആൾക്കാർ കൃഷി മതിയാക്കി പോയതാണ്. ഇവിടെ ചിലവരൊന്നും ഇങ്ങനെ കൃഷിയൊന്നും ചെയ്യത്തില്ല. കാരണം നമ്മുടെ നാടൊക്കെ പതുക്കെ പതുക്കെ നശിച്ചു വരികയാണ് ഗൈസ്. ഹായ് ഗൈസ്, അപ്പൊ ഇത് കണ്ടോ ഗൈസ്? ഇത് ഞാൻ രാവിലെ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ വന്നതാണ്. എൻ്റെ അനിയൻ 2 മാസം വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ വന്നിട്ട് രാവിലെ വന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം മഴ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എല്ലാ മാവിലും അടിപൊളി മാങ്ങ പിടിച്ച് കിടക്കുന്നു. അപ്പം ഞാൻ ഒരു മാവിൻ്റെ മൂട്ടിൽ വന്നിട്ടുണ്ട്. ഈ മാവ് ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി ഗൈസ്. ഫുൾ മാങ്ങയാണ്. ഇവിടെ എല്ലാം പുല്ലിൽ അത്രയും മാങ്ങ നല്ല രീതിയിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ചൊക്കെ പിറക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഞാൻ പിറക്കിയത്. ഇപ്പൊ അതോ അങ്ങ് ഒരൊറ്റയായിട്ട് കിടക്കുന്നതുണ്ടോ? അതിപ്പോ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാണ് ഇപ്പൊ അത് വീഴുന്നത്. പിന്നെ ഈ സൈഡിലൊക്കെ ഫുള്ളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇത് പിറക്കിയെടുക്കണം. ഈ മാങ്ങ ഉണ്ട്, ഇതിപ്പോ ഇവിടുന്ന് നേരെ വന്ന് വീണതാണേ. ഇനി ഇപ്പുറത്തെ സൈഡ് കൊണ്ട് പോയിട്ടുണ്ട്. ദൈവം 1 2 3 4 5 6 7 8 9 10 12 അങ്ങനെ കുറേ ഉണ്ടല്ലോ. 1 2 3 4 അത് നമുക്ക് 4 എണ്ണം കിട്ടി. പഴുത്ത മാങ്ങ 8 9 10. എവിടെയൊക്കെ മാങ്ങ വീണോണ്ടിരിക്കുന്നു ഗൈസ്. ഇപ്പൊ 2 മാങ്ങയാണ് വീണത്. ഒന്ന് ദേ ഇതാണ്. ഞാനിവിടെ നിന്നാ മിക്കവാറും ഞാൻ ചത്തുപോകും. അങ്ങനെ വീണോണ്ടിരിക്കുകയാണ് മാങ്ങ. കാരണം ഇത് എപ്പോഴും ഇങ്ങനെ വീഴുന്നതിന് കാരണം എന്തിരുന്ന് ചോദിച്ചോണ്ടല്ല, ഇതെല്ലാം നല്ല പഴുത്തുള്ള ഇത് ഇങ്ങനെ മാങ്ങ വീഴും. അത് നല്ല രീതിയിൽ ഞങ്ങൾ അത്രയും നല്ല പഴുത്ത മാങ്ങയാണ്. ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ ഗൈസ്? അവിടെ 2 പശുക്കളുണ്ട്. വൺ ഈസ് സ്ലീപ്പിംഗ് ആൻഡ് ഒരെണ്ണം അതെന്തോ കഴിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. എനിക്ക് ഈ പശുക്കളെന്ന് അങ്ങ് തിരുവനന്തപുരത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ല കൂടുതലായിട്ട്. പിന്നെ ഇങ്ങനത്തെ പശുക്കളൊന്നുമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഇതിനൊക്കെ കാണാൻ ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ഇതെന്നെ കൊല്ലുമോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കണ്ടു ഗൈസ്, കെട്ടിയിട്ടേക്കുന്ന കമ്പി കണ്ടു ഗൈസ്. ഹായ്, അത് എൻ്റെ അത്രയോ എന്താ ഗൈസ്? അത് ഭയങ്കര വലിയതാണ് ഗൈസ്. അയ്യോ, പശു ശ്വാസം എടുക്കുകയാണ് ഗൈസ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ അവിടെയാണ് കയറ് കെട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റൂല. നമ്മൾ അപ്പുറത്താണെങ്കിൽ നമ്മൾ നേരെ അത് വരും. അതെനിക്ക് നിന്ന് തന്നില്ല ഗൈസ്. എനിക്ക് പേടിച്ച ബാബാ ഇത് കഴിച്ചോ, ഇത് കഴിച്ചോ. ഞാൻ ആദ്യം പറ്റിച്ചതുകൊണ്ടാണ്. ആദ്യം പറ്റിച്ചതുകൊണ്ടാണ്.
വന്നിട്ടുണ്ട്. ഈ പറമ്പ് ഫുള്ള് തൊട്ടാവാടിയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതുവഴി പോകുമ്പോൾ നല്ല രസമാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ പൂവും ഈ ഇലയൊക്കെ നല്ല രസമുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ചെറിയ മുള്ളുണ്ട്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കാലിൽ തട്ടി അത് ഭയങ്കര നമ്മൾ കുത്തും. പിന്നെ ഈ തൊട്ടാവാടിയുടെ ഇംഗ്ലീഷ് ടച്ച് മീ നോട്ട് എന്നാണ്. ആ പശു നമ്മളോട് മിണ്ടുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പശുവിൻ്റെ അടുത്താണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. അയ്യോ അയ്യോ അയ്യോ, ഇതിന് ഭയങ്കര പേടി. ആ പശുവിൻ്റെ മാല കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പോളിഷ് ചെയ്ത് ചിരട്ടയിൽ കയറ് കെട്ടിയിട്ടേക്കുന്നു. അടിപൊളി ഗൈസ്. അപ്പോൾ ഇതേ ഈ പറമ്പൊക്കെ കണ്ട്, ഈ പറമ്പിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ട ഗൈസ്, ഭയങ്കര സമാധാനമാണ്. ഇവിടെ ഒരു ഒച്ച പോലും ഇല്ല. പിന്നെ ചെറിയ കിളികളൊക്കെ കരയുന്ന ശബ്ദമൊക്കെയാണ്. അത് കണ്ടോ, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടിട്ട് വെള്ളത്തിൻ്റെ മേലെ പുല്ല് പിടിച്ച് കിടക്കണമെന്നാണ് തോന്നണം. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ കൃഷിയാണ്. ഇത് കപ്പയാണോ? കപ്പ. ഇത് തന്നെ കപ്പ. ആ, ഈ സ്ഥലം എനിക്കറിയാം. ഓടി 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 വാ പെട്ടെന്നാ. നമ്മൾ വീണ്ടും അവിടെയായിരുന്നു നിന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ ഗൈസ്, ഇതിന്റെ ഭംഗി കണ്ടോ ഗൈസ്, എന്താല്ലേ ഭംഗി. അപ്പൊ ഇവിടുത്തെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ ഫുള്ള് കറുകറുത്ത് വേസ്റ്റൊക്കെ ഇട്ട് ആൾക്കാരെല്ലാം അലങ്കോലമൊക്കെ. ഇവിടെ കണ്ടോ, ഇത് നല്ല നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ നല്ല ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഈ രണ്ട് സൈഡിലെ ഈ മണ്ണെന്ന് വെച്ചാൽ ചെളിയാണ്, വെള്ളത്തിന് കോരി വെള്ളം വീതിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ കുട്ടനാടിൻ്റെ ബ്യൂട്ടി. കണ്ടോ, പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇത് താമരയാണോ വാട്ടർ ലില്ലി ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല ഇത്ര നേരമായിട്ട്. നമുക്ക് കുറച്ചങ്ങോട്ട് പോകാൻ കഴിച്ചു. ഇവിടെ കണ്ടു എന്തൊരു ഭംഗിയല്ലേ. ഈ ഭംഗിയൊന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അവിടെ ഒരു അപ്പച്ച മീൻ പിടിക്കുന്നു. നമുക്ക് അങ്ങോട്ട് ചെന്ന് ചോദിക്കാം. ഗൈസ്, ഇവിടെ ഭയങ്കര വെയിൽ ഗൈസ്. അപ്പൊ ഈ അപ്പൻ കണ്ടോ ചൂടായിരുന്നു. ഇവിടെ ഇത് സാധനങ്ങളല്ലാണ്ട് ഇവിടെ കണ്ടോ വലയൊക്കെ ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ തീറ്റയൊക്കെ ഇട്ടിട്ട് വല ഇട്ടേക്കും. ഈ മണി ഉണ്ട്, എന്നിട്ട് ഈ മണി കിളുങ്ങും. അപ്പൊ ഇവര് വന്ന് എടുത്തു നോക്കും. അപ്പൊ നമുക്ക് മീനൊക്കെ കിട്ടും. ഈ അപ്പൻ എങ്ങനെ മീൻ പിടിക്കുന്നെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ എങ്ങനെ മീൻ പിടിക്കുന്നത്? ഇത് മൈദ, പെല്ലറ്റ്, ഗോതമ്പ് പൊടി, എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇപ്പൊ ഒരു മീനെ കിട്ടി. കണ്ടോ, ഇത് കണ്ട, ഇതിൻ്റെ സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിലോട്ട് ഇത് സ്പൈഡർ ചൂണ്ടെന്നോ. ഇതിനകത്ത് മൈദ നമ്മുടെ കപ്പ ഇതെല്ലാം കൂടി ഇടിച്ച്, പെല്ലറ്റ് ഇതെല്ലാം കൂടി ഇടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ സ്പ്രിങ്ങിൽ ഇങ്ങനെ പറ്റിക്കും. ഇതുണ്ടോ, ഇത് സീസൺ അനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ട് നല്ലപോലെ ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യും. അല്ല, ചിലപ്പം വലിയ മീനെ കിട്ടും, കട്ട്ള കിട്ടും, തോഹ് കിട്ടും, വാഹ കിട്ടും. അത് ചൂണ്ട ഇടക്കിയിട്ട് ആറ്റുവാള സാധനം എല്ലാം കിട്ടും. ഞങ്ങൾ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. കരിമീനെ മീൻ കിട്ടുമോ? ഇതുണ്ടോ, എന്നിട്ട് ഒരു ചൂണ്ട തുടക്കാതെ നിങ്ങൾ നൂത്തെടുത്തുള്ളൂ. ചൂണ്ട ഇതിനകത്ത് പുതയ്ക്കത്തില്ല. ഉണ്ടോ, എന്നിട്ട് ഉടക്കൊന്നും ഇല്ലാത്ത രീതിയിൽ എടുത്ത് ദൂരെ മാറിയില്ലെങ്കിൽ ചൂണ്ടകാര് നമ്മൾ എടുത്തിട്ട് കറക്റ്റ് രീതിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെ എടുത്ത് ടൈറ്റ് ആക്കി ഇങ്ങനെ
ഇതിൽ ഒരു സ്റ്റിക്ക് ഇങ്ങോട്ട് നാട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ടൈറ്റ് ആക്കി എടുത്തിട്ട് ഇതിൽ ഉടക്കി ഇങ്ങനെ വലിച്ച് ഓക്കെ. അപ്പം മീൻ വെട്ടുന്ന ഉടനെ ഇങ്ങനെ ഇടന്ന് വലിക്കും സൗണ്ട് ഓക്കെ. ഓക്കേ. അപ്പൊ പിന്നെ പേരെന്തുവാ? എൻ്റെ പേര് ബിജു. അപ്പൊ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുവഴി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. പക്ഷെ നമ്മൾ അവിടെ പെരക്കിയിട്ട മാങ്ങ എടുക്കാൻ പറഞ്ഞേ. അപ്പൊ അതെടുത്തിട്ട് നമുക്ക് പോയില്ലെങ്കിൽ ഇത്രയും നേരം കഷ്ടപ്പെട്ടത്. ഗൈസ് ഞാൻ ഈ ഒരു സീനറി കണ്ടിട്ട് ഞാൻ പിന്നെയും പറയുകയാണ് ഗൈസ്, ഇത് ഈ കുട്ടനാടിന്റെ ബ്യൂട്ടി ഉണ്ട്. ഇത് അടിപൊളിയാണ് ഗൈസ്. ഇത് കണ്ടിട്ട് എനിക്ക് ഒന്നും പറയുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ആറ് കിടക്കുന്നത്. കണ്ടോ ഗൈസ്, ഇതെന്താ പറയണ്ടേന്ന് എനിക്കറിഞ്ഞൂടാ. അത്ര ഭംഗിയാണ് ഇവിടെ കാണാനായാലും. കണ്ടോ നോക്ക്, ഇത് അങ്ങേ അറ്റത്ത് ഫുള്ളൊന്ന് കറങ്ങി നോക്കുകയാണെങ്കിൽ കണ്ടോ അവിടെ അത്രയും ആറ്, ഇവിടെ അത്രയും കൃഷി, മാവ്, മരങ്ങള് വേറെ ടൈപ്പ്. കണ്ടോ ഇങ്ങനെ ഇതെന്ത് പറ്റിയാണ് എനിക്കറിയില്ല. ഫുൾ പുല്ല് പിടിച്ച് കിടക്കുന്നു. ഇത് വയലാണെന്നൊന്നും ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇതൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെയൊക്കെ ആൾക്കാർ കൃഷി മതിയാക്കി പോയതാണ്. ഇവിടെ ചിലവരൊന്നും ഇങ്ങനെ കൃഷിയൊന്നും ചെയ്യത്തില്ല. കാരണം നമ്മുടെ നാടൊക്കെ പതുക്കെ നശിച്ചു വരികയാണ് ഗൈസ്. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നത് മതിയാക്കിയൊക്കെ പോവാറായി. ഇവിടെയൊക്കെ എപ്പോഴും ഉണ്ട് കപ്പയുടെ കൃഷി. കണ്ടോ എല്ലാം ഒരേ ഇടക്ക് നട്ടാണ്, എല്ലാം ഒരേ നീളത്തിൽ നിൽക്കുന്നു. ചിലതൊക്കെ ഉള്ളു ഇത്തിരി വലിയത്. നമ്മൾ പിന്നെയും നമ്മുടെ മാങ്ങയുടെ അടുത്തോട്ടാണ് പോകുന്നത്. മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. ഇതേ ലെവലിൽ അവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കുവാണ്. നമുക്ക് അറിയാതെ പുല്ലിലിറങ്ങി കൊടുത്താൽ നമ്മൾ താഴ്ന്നു പോകും. അപ്പൊ ഗൈസ് ഞാൻ മാങ്ങയെല്ലാം പിറക്കിക്കൊണ്ട് പോവാണ്. നമുക്ക് ഇവിടെ കുറെ മാങ്ങ കിട്ടി. അപ്പുറത്ത് ഞാൻ ഇവിടുന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാത്തത് അപ്പുറത്ത് ഞാൻ കുറെ കൂട്ടി വെച്ചേക്കുകയാണ്. എനിക്ക് ഇന്ന് ഒത്തിരി മാങ്ങ കിട്ടി. കഴിഞ്ഞ വട്ടം വന്നപ്പോഴും നമുക്ക് ഇതേ കണക്ക് മാങ്ങ കിട്ടിയായിരുന്നു. ഇപ്പൊ ഇവിടെ നല്ല മാങ്ങാ സീസൺ ആണ്. ഇവിടെ നിന്നല്ല, ഇപ്പൊ എല്ലായിടത്തും നല്ല മാങ്ങാ സീസൺ ആണ്. ഗൈസ് ഈ മാങ്ങ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാങ്ങാക്കറി ഉണ്ടാക്കിയ മാങ്ങ. അപ്പൊ ഈ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഓടിച്ചെന്ന് കാണണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സഞ്ചി നിറച്ചു മാങ്ങ കിട്ടി. അപ്പൊ ഇത് കൂടി ഞാൻ പൂക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.